ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ബിരിയാണിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് വരുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു 2 കിലോ ചിക്കൻ ആദ്യം എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തന്നെ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് എല്ലാ ഭാഗത്തും മസാല പിടിക്കാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് വെക്കുന്നുണ്ട്. ഇതിൽ നല്ലപോലെ കുരുമുളകൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചൊന്ന് കിട്ടണം. അതിനുവേണ്ടി ഒന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം. നമ്മളിപ്പോൾ ഇത് മൂടി 1 മണിക്കൂർ വെക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ മസാല എല്ലാം പിടിക്കാൻ വേണ്ടി 1 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ ചിക്കൻ കറി പാകം ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഉരുളി വെച്ച് കൊടുക്കാം. ഇനി ഇതിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വരണം. പറ്റി വന്നതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള, അതായത് 2 സവോള അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതുപോലെ 1 കുടം വെളുത്തുള്ളി, 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് നടുവേ പൊളന്നത് കൂടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉരുളിയിലെ വെള്ളമെല്ലാം നന്നായിട്ടൊന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആദ്യമേ ഒന്ന് ചേർത്ത് കൊടുക്കാം. സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം. അടുത്തായിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ചിക്കനിൽ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സവോളയ്ക്കകത്ത് വളരെ കുറച്ചിനും ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചെറിയൊരു ഗോൾഡൻ കളർ ആകുവോളം നമുക്ക് ഈ സവോളയൊന്ന് വഴറ്റിയെടുക്കാനായിട്ടുണ്ട്. ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ പച്ചമണമെല്ലാം ഒന്ന് മാറി ചെറിയൊരു ഗോൾഡ് കളർ ആകുവോളം വഴറ്റിയെടുത്താൽ മതി. ഇത് സവോള പാകത്തിന് തന്നെ ഒന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ചെറിയൊരു ഗോൾഡ് കളർ ആകുവോളം നമുക്ക് വഴണ്ട് കിട്ടിയാൽ മതി. ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തക്കാളി ചെറുതാക്കി അരിഞ്ഞതാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളിയും ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അടുത്തായിട്ട് കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ചേർത്ത് നമുക്ക് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം. തക്കാളിയും പാകത്തിനൊന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. പാകത്തിനൊന്ന് മൂത്ത് കിട്ടണം. മസാല നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. കറക്റ്റ് പാകത്തിന് തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി പാത്രത്തിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ മൂത്ത് പോവും. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് നല്ല പോലെ ഒന്ന് മാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. മസാല കോരി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ വീണ്ടും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂടായി വന്നതിന് ശേഷം നമുക്കിനി കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് ഉള്ളി, ഒരു 20ഓളം ഉള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ 1 കുടം വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ടുള്ളതാണ്.
കറിവേപ്പില നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളിയൊക്കെ പാകത്തിനൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ മസാല പിടിക്കാൻ മാറ്റി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചിക്കനും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതിനകത്ത് നന്നായിട്ട് വരട്ടിയെടുത്തിട്ടാണ് ചിക്കൻ വേവിക്കാനായിട്ട് പോകുന്നത്. ഇതുപോലെ നന്നായിട്ട് വരട്ടി കൊടുത്ത് വേവിച്ചെടുക്കുകയാണെങ്കിൽ നല്ല വറുത്തെടുത്ത ചിക്കൻ പോലെ നമുക്ക് നല്ല ഇറച്ചിക്ക് നല്ല മുറുക്കം കിട്ടി നമുക്ക് പാകത്തിന് വേവിച്ചെടുക്കാനായിട്ട് പറ്റും. ഒട്ടും ഇറച്ചി പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് വരട്ടിയെടുക്കണമെന്ന് മാത്രം. അതാകുമ്പോൾ ചിക്കന് നല്ല ടേസ്റ്റും കിട്ടും, അതുപോലെ തന്നെ ഇറച്ചിക്ക് നല്ല മുറുക്കവും കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. പാകത്തിനൊന്ന് വെന്ത് ചെറുതായിട്ട് എണ്ണ തെളിഞ്ഞ് വരും. ആ ഒരു പരുവം വരെയാണ് നമുക്ക് വഴറ്റിയെടുക്കേണ്ടത്. ഇത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മസാല നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ചിക്കൻ പാകത്തിന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് പാകത്തിനൊന്ന് വെന്ത് മുറുകി വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒരിക്കലും പൊടിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യില്ല. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന, ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ചേർത്ത് കൊടുക്കണം. മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂണോളം ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇറച്ചിയിൽ നല്ലപോലെ ഗരം മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് വഴറ്റുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. മസാല മൂത്ത നല്ലൊരു മണം വന്നതിന് ശേഷം നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രേവി കൂടി ചേർക്കാനായിട്ടുണ്ട്. ചിക്കൻ പാകത്തിന് തന്നെ മസാലയൊക്കെ പിടിച്ച് നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് അരപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിത് മൂടി വെച്ച് ഇതുവരെ വേവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. മൂടി വെച്ചൊക്കെ വേവിച്ചെടുക്കുന്ന ചിക്കനാണെങ്കിൽ അതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങുന്നതാണ്. പക്ഷെ നമ്മൾ ഇതുപോലെ വരട്ടിയെടുത്തുകൊണ്ട് തന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കണം. ബാക്കി വന്ന ഗ്രേവിയുടെ കൂടെ വെള്ളം മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ചിക്കൻ്റെ സൈഡിൽ കൂടി ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇനിയും നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ചേർക്കാനുള്ള വെള്ളം നമ്മുടെ അടുത്തായിട്ട് ചിക്കൻ മസാല ചേർക്കുന്ന കൂടെ തന്നെ ചിക്കൻ മസാല വെള്ളത്തിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. 2.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വെള്ളം മിക്സ് ചെയ്താണ് കറിയുടെ കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഗ്രേവി അങ്ങനെ ആയിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളയ്ക്കുന്നതനുസരിച്ച് ചാറ് വീണ്ടും ഒന്ന് കുറുകി വന്നോളും. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നാലും വീണ്ടും നമ്മൾ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ കറി അങ്ങനെ പാകത്തിന് തയ്യാറായിട്ടുണ്ട്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ പറ്റിപ്പോകുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വാങ്ങാനായിട്ട് പോവാണ്. വാങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് പച്ചക്കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം. അങ്ങനെ അടിപൊളി ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ബിരിയാണിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ കൂടി മറക്കല്ലേ. താങ്ക്